ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ശതാധിപനായ വിജാതീയനായ ഒരു മനുഷ്യൻ ഈശോയുടെ അടുക്കൽ വന്ന് തൻ്റെ മകനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയോട് അപേക്ഷിക്കുകയാണ്. അവനെ സുഖപ്പെടുത്താനുള്ള യാത്രാമധ്യേ വലിയ പ്രമാണിയായ വിജാതീയ സൈന്യാധിപനായ ആ മനുഷ്യൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ ഈശോയുടെ എതിരെ പറഞ്ഞയക്കുന്ന അവൻ്റെ ഭൃത്യന്മാർ വന്ന് ശതാധിപൻ്റെ ഇംഗിതം ഈശോയെ അറിയിക്കുകയാണ്. കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. വലിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണം നമ്മളവിടെ കാണുകയാണ്. അവൻ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അതിൻ്റെ വിചിന്തനമായി വ്യാഖ്യാനമായിട്ട് അവൻ പറഞ്ഞു വെക്കുന്നത്, എൻ്റെ കീഴിലും ഭൃത്യന്മാരുണ്ട്. ഞാൻ ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, വേറൊരുവനോട് പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകും. അതുപോലെ അശുദ്ധാത്മാക്കളുടെ മേൽ ദൈവികമായ അവകാശമുള്ള അധികാരമുള്ള നീ ഈ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചാൽ അവനെ വിട്ടുപോവുക തന്നെ ചെയ്യും. അധികാരം നിന്റെ കൈകളിൽ അനുഗ്രഹമായി ഉണ്ട് എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ മുമ്പിൽ നൽകേണ്ടത് ഏറെ പ്രത്യാശയുടെ പുലരികളാണ്. അധികാരമുള്ളവൻ്റെ മുമ്പിലാണ് നാം തലകുനിക്കുന്നത് എന്ന്, എൻ്റെ മേലും എന്നെ തളർത്തുന്ന, എന്നെ സ്വാധീനിക്കുന്ന തിന്മയുടെ മേലും അധികാരമുള്ളവൻ്റെ മുമ്പിൽ എൻ്റെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ, കർത്താവെ, നീ ഒരു വാക്കരുളി ചെയ്താൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന് ലത്തീൻ കുർബാനയിൽ പറയുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ പറയാൻ നമുക്കും സാധിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്കും ഈ മനോഭാവത്തിനും അംഗീകാരബുദ്ധി ലഭിക്കുക. നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകമുണ്ട്, നമ്മുടെ വ്യക്തിപരതയുടെ ഒരു ലോകമുണ്ട്. അവിടെയൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഈ എളിമയോടെ നിൽക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ധന്യമാകും. പ്രിയപ്പെട്ടവരെ, ഉറച്ച ആത്മവിശ്വാസത്തോടെ, ഉറച്ച ബോധ്യത്തോടെ എനിക്ക് നിങ്ങൾക്കും ഇങ്ങനെ പറയാൻ സാധിക്കട്ടെ, കർത്താവെ, നീ ഒരു വാക്ക് അരുളിച്ചതാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എൻ്റെ രോഗങ്ങൾ എന്നെ വിട്ടുപോകും, എൻ്റെ കടബാധ്യതകൾ എന്നെ വിട്ടുപോകും. എന്നെ വലിച്ചു മുറുക്കുന്ന നിരവധിയായ പാപങ്ങൾ എന്നെ അകന്നുപോകും. എന്നെ തളർത്തുന്ന പ്രലോഭനങ്ങൾ എന്നെ അകന്നുപോകും. എന്നെ വീഴിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്നിൽ നിന്ന് അകന്നുപോകും. കർത്താവെ, നീ ഒരു വാക്ക് അരുളി ചെയ്യണമേ എന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്ക് ഉയർത്താം. ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.